ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ഇപ്പോൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു സംഗതി, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ മറവിൽ നടത്തുന്ന സാമുദായിക മതസമവാക്യങ്ങൾ രൂപീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർത്തുക. അവിടെ തുടങ്ങുന്നു നമ്മുടെ മതം പറഞ്ഞുള്ള വോട്ട് പിടുത്തത്തിന്റെ ആദ്യത്തെ ഘടന. ഞാൻ ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്, അതായത് സ്ഥാനാർത്ഥിക്ക് വോട്ടറോട് മതം പറഞ്ഞ് വോട്ട് പിടിക്കാം, അതായത് നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഒരു വോട്ടർക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് വോട്ടർ, അതായത് ഞാൻ വോട്ട് കൊടുക്കുന്ന ആൾ മുസ്ലിം ആവണം ഹിന്ദു ആവണം എന്ന് ചിന്തിച്ച് തുടങ്ങുന്നതും ഈ പറഞ്ഞതുപോലെ വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥികൾ പറഞ്ഞതുപോലെ മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ തിരിച്ചൊരു അവബോധം അവരിലേക്ക് ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. മതം നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞത് വലിയ വിശാല അർത്ഥത്തിലാണ്. അതൊക്കെ ഏത് ഘട്ടത്തിൽ സാധ്യമാകുമെന്ന കാര്യം സംശയമാണ്. രണ്ട്, ഇപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ അതേ എക്സിൽ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, തഹ്ലീക്കെതിരെ ഉമർ ഫൈസി മുക്കുന്ന സമസ്ത നേതാവിന് ഒരു ആരോപണം നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ലീഗിന്റെ ജനറൽ സീറ്റിൽ എന്തിന് വനിതകൾ മത്സരിക്കുന്നു? ആദ്യം മനസ്സിലാക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് റിസർവേഷൻ സീറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ലീഗിന് കൊടുക്കുന്ന സീറ്റിൽ അല്ലെങ്കിൽ മത്സരിക്കുന്ന സീറ്റുകൾ ഏത് സ്ഥാനാർത്ഥി വേണമെങ്കിലും ലീഗിന് നിർത്താം, അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് നിർത്താം. അവിടെ ഉമർ ഫൈസി മുക്കം രൂപീകരിക്കാൻ ശ്രമിച്ച വർഗീയത മുസ്ലിം വർഗീയത, അതായത് തട്ടമിട്ട പെണ്ണ് എന്തിന് മത്സരിക്കുന്നു എന്ന ചോദ്യം വരുന്നു. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറയുന്നത്. അതായത് അതൊരു വർഗീയതയല്ല കണക്കാൻ പറ്റില്ല. ആ പറയുന്നത് മത കോണ്ടക്സ്റ്റിൽ വരുന്നതാണ്. ആ സ്ത്രീ വിരുദ്ധയുടെ അടിസ്ഥാനമാണ്. ആ ഉമർ ഫൈസിയുടെ ബോധത്തിന് വരുന്ന മത കോണ്ടക്സ്റ്റിൽ വരുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ഒരു ആരോപണം വന്നു, തഹ്ലീക്ക് ഇതിന് സീറ്റ് കൊടുത്തു എന്ന് പരോക്ഷമായ ഒരു ആരോപണം വന്നു. ഈ ഘട്ടം വരെ നമ്മൾ പറയുന്ന ഈ സോ കോൾഡ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളാണെങ്കിലും ഈ പറഞ്ഞ ലിബറൽ ആക്ടിവിസ്റ്റുകൾ എന്തിന് ഏതെങ്കിലും നമ്മൾക്കറിയാവുന്ന സോഷ്യൽ മീഡിയ ഫ്രെയിമിലുള്ളതോ അല്ലെങ്കിൽ മിനിമം നമുക്കെല്ലാം അറിയുന്ന പബ്ലിക് ഡൊമൈനിൽ ഒരു ഫ്രെയിമോ ഇതിനെ പ്രതികരിച്ച് വന്നിട്ടില്ല എന്നുള്ളത് അത്യന്തം സങ്കടകരമായ. ഞാൻ പൊളിറ്റിക്സോ രാഷ്ട്രീയം ഒന്നുമല്ല പറയുന്നത്. ഇങ്ങനെ ഒരു വിഷയം അതും തൊടാൻ പേടി എന്താണ്? തമിഴിലാവുന്നുള്ള പേടി കൊണ്ടാണ്. മുക്കം ആരുടെ നാവ എന്ന ചോദ്യോടെ ബാക്കിയാണ്. ഞാൻ പോകുന്നില്ല. പ്രതികരിച്ച ഒരേ ഒരു നേതാവ് കോൺഗ്രസ് ഡോക്ടർ ജിൻഡോ ജോൺ ആയിരുന്നു. SK അതിൽ ആദ്യം പ്രതികരിച്ച LDF ആണ് എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് പോട്ടെ, മൗലവി അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമാണ്. ആ സമുദായത്തെ ഏതോ കാലത്ത് കൊണ്ട് കെട്ടാനുള്ള ദുഷ്ടലക്ഷ്യത്തിലുള്ള അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധ പറഞ്ഞു. എല്ലാവരും ചെറുക്കേണ്ടതായിരുന്നു. തൊഴിൽ പറഞ്ഞ ശരിയാണ്. കമാന്നൊരു അക്ഷരം ആരും മിണ്ടിയിട്ടില്ല. പേടി എന്താണ്? അവിടെ തൊട്ടാ ആ വോട്ട് പോകുമെന്നാണ് പേടി. പക്ഷേ സുഹൈലിന്റെ പോയിന്റ് ക്ലിയർ ആയില്ല. അപ്പൊ സുഹൈൽ പറഞ്ഞു വരുന്നത് എന്താണ് ഇതിനകത്ത് മനസ്സിലായില്ല. ലാസ്റ്റ് പോയിന്റ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ എന്ത് പറഞ്ഞാലും നമ്മൾ പറഞ്ഞു മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് ശരിയല്ല. ഞാൻ പറയുന്ന പോലെ ഈ പൊളിറ്റിക്കൽ അവയർനെസ്, അതായത് സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ട് പിടിക്കരുതെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ വോട്ടേഴ്സും അത്തരത്തിൽ വോട്ട് ചെയ്യാൻ അങ്ങനെ വോട്ട് ചെയ്യരുതെന്നൊരു അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ വോട്ടേഴ്സ് ഉണ്ടാകണം. ഞാൻ പറഞ്ഞത് വിശാല അർത്ഥത്തിലാണ്. അത് എത്ര കണ്ട് പോസിബിൾ ആണെന്ന് അറിയില്ല. അതിന് നമ്മൾ ആദ്യം അവസാനിപ്പിക്കേണ്ടത് ഈ പറയുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പേരിട്ട് വിളിച്ച് സമവാക്യം രൂപീകരിച്ചുണ്ടാക്കുന്ന സ്ഥാനാർത്ഥിത്വം അവസാനിപ്പിച്ചാൽ ഇതൊക്കെ വിശാല അർത്ഥമാണ്. പ്രായോഗിക മറുഭാഗം എന്താണെന്ന് വെച്ചാൽ വോട്ട് ചെയ്ത് ജയിച്ചു വരുന്നയാൾ ഏത് മതസ്ഥനാണോ ആ മതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളാണ് എന്ന തെറ്റിദ്ധാരണ. അതിൽ സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ മിക്ക മണ്ഡലങ്ങളിലെയും ഇത് കണക്ക് കൂട്ടിയാൽ അതൊന്നുമല്ല വോട്ടർമാർ പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.